എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ട് നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് 1 കിലോ നെല്ലിക്ക ഒന്ന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കുക. അതിന് ശേഷം നന്നായിട്ട് 3-4 വെള്ളം കഴുകിയെടുക്കുക. ഇതിപ്പോൾ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഇഡ്ഡലി തട്ടിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ആവി കയറ്റി എടുത്തിട്ടുണ്ട്, നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി അതിലുള്ള ഈർപ്പം എല്ലാം ഒന്ന് തുടച്ച് എടുക്കാം. അതിൽ ഈർപ്പം ഇരുന്ന് അങ്ങനെ അച്ചാറിട്ട് കഴിഞ്ഞാൽ വേഗം പൂപ്പൽ വരും. ഇപ്പോൾ എല്ലാം ഈർപ്പം എല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. ഇതിനി ചെറിയ പീസാക്കി മുറിച്ചെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ആദ്യം 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി അത് മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഓരോ തട്ട് മുറിച്ചിട്ടതിന് ശേഷം ഓരോ സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇതിപ്പോൾ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കും 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു ദിവസം വെച്ചേക്കുക. അപ്പോൾ ഉപ്പെല്ലാം നെല്ലിക്കയിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ടാകും. ഇനി അതിന് വേണ്ടിയിട്ട് ഒരു 3 സ്പൂണ് കടുക് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വറുക്കുക. അത് കടുക് പൊട്ടുന്ന സമയത്ത് സ്റ്റവ് ഓഫാക്കാവുന്നതാണ്. ഇതിനും പൊടിച്ചെടുക്കണം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 2 ചെറുനാരങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീര് എടുക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ ഒന്ന് തിളപ്പിക്കുന്ന സമയത്ത് നീര് നല്ലപോലെ കിട്ടും. ചീനച്ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ എന്ന എള്ളെണ്ണ എന്നും പറയും. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുക്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടുന്ന സമയത്ത് കടുക് നന്നായിട്ടൊന്ന് പൊട്ടുന്ന സമയത്ത് 1 സ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് കറിവേപ്പില എല്ലാം മൂത്ത് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫാക്കാവുന്നതാണ്. സ്റ്റൗ ഓഫാക്കിയതിന് ശേഷമേ അതിൽ മുളക് പൊടി ചേർക്കാവൂ. ഇപ്പോൾ അരിഞ്ഞു വെച്ച നെല്ലിക്കയിലേക്ക് നല്ലപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റുകയാണ്. അത് മുളകിടാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ള അച്ചാറിന് വേണ്ടിയാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പില മൂപ്പിച്ചതും കടുകും കുറച്ച് കാന്താരി മുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് നെല്ലിക്കയിലുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇനി ഓഫാക്കിയിട്ട് എണ്ണയിലേക്ക് ഒരു 4 സ്പൂണ് മുളക്, ഒരു അര ഗ്ലാസ് മുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 സ്പൂണുണ്ട്. ടേബിൾ സ്പൂണിൽ 4 സ്പൂണാണ്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് എണ്ണ ഓഫാക്കാതെയാണ് ഇട്ടിരുന്നതെങ്കിൽ മുളക് വേഗം കറുത്ത് പോകും. ഇതിലേക്ക് 1 സ്പൂണ് ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി വറുത്ത് പൊടിച്ച് വെച്ച കടുക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ എടുത്ത് വെച്ച ലൈം ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ ഇഞ്ചിയോ വെളുത്തുള്ളിയോ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു രീതിയിൽ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. കുറേ നാൾ ഇരിക്കുകയും ചെയ്യും. ഇനി അതിലേക്ക് നെല്ലിക്ക, ഉപ്പ് പിടിച്ച നെല്ലിക്ക ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി വയ്ക്കാവുന്നതാണ്. ഇതിലേക്ക് വിനീഗർ ഒന്നും ചേർക്കുന്നില്ല.
ഇനി മുളകിടാത്ത നെല്ലിക്കയിലേക്ക് കുറച്ച് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം, നല്ലപോലെ തിളച്ച വെള്ളം തണുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് ഇങ്ങനെ മുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി വയ്ക്കുക. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതിൽ നിന്ന് 2 പീസ് എടുത്ത് ചോറിനോടൊപ്പം എല്ലാം കഴിക്കാൻ നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് ആ വറുത്ത് പൊടിച്ച കടുകും കൂടി ലേശം ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ കുപ്പി തുറക്കുമ്പം തന്നെ നല്ല ഒരു മണമായിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.